ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യമായിട്ട് എല്ലാവർക്കും ഹാപ്പി സൺഡേ. നമുക്കിന്ന് ഞായറാഴ്ചയായിട്ട് നമുക്കൊരു സ്റ്റൂ നോക്കിയാലോ? ചിക്കൻ സ്റ്റൂ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അപ്പത്തിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ കഴിക്കാൻ ആർക്കും കൊതി വരുന്ന ഒരു റെസിപ്പിയാണേ. അതുകൊണ്ട് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എനിക്കിതിൻ്റെ കൂടെ ഏറ്റവും ഇഷ്ടം കോമ്പിനേഷൻ അപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചട്ടിയാണ്, നമ്മൾ മീനൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ചട്ടിയാണ്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ നീളത്തിലരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് വഴണ്ടേ വരാവൂ, മൊരിഞ്ഞും പോരുതേ. അങ്ങനെ ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം പച്ചമണം ഒന്ന് മാറിയാൽ മതി. മാറ്റി എടുത്തതിന് ശേഷം നമുക്ക് നീളത്തിലരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാവേ. ഞാനൊരു 1.5 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ സവാളയാണ്, 1.5 സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റണേ. അതായത് നമുക്കിത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമെന്നോ ചിക്കൻ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് കളറ് മാറാൻ പാടില്ല കേട്ടോ ഈ സവാളയ്ക്ക്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 പച്ചമുളകും കൂടെ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ വേറെ കുറച്ച് കുരുമുളക് പൊടി മാത്രമേ എരിക്ക് വേണ്ടി ചേർക്കുന്നുള്ളൂ, വേറെ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് പച്ചമുളക് 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല നീളമുള്ളതാണ്. ഇതാ കണ്ടോ, ഇതിൻ്റെ കളറൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ഒന്ന് സ്റ്റാർട്ടിങ് ചെയ്യാവേ. അതിലോട്ട് ഞാൻ കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം തീ കൂട്ടി വെച്ച് ഒന്ന് 2 മിനിറ്റ് ഇളക്കണം കേട്ടോ. ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ വെച്ച് നന്നായിട്ട് ഇളക്കുക. അത് കഴിഞ്ഞ് ഞാൻ തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്, തേങ്ങാപ്പാൽ. അത് 2ാം പാലാണ് എടുത്തേക്കുന്നത്. നല്ല ലൈറ്റായിട്ടുള്ള പാലാണ്. 2ാം പാലും 3ാം പാലും കൂടി ചേർത്തെടുത്തതാണ്. അതും കൂടി അതിലാണ് നമ്മൾ ചിക്കൻ വേവിക്കുന്നത്. അപ്പോൾ അതൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ചിക്കനും ഈ ഉള്ളിക്ക് എല്ലാം ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ചിക്കൻ നന്നായിട്ട് കുക്കായി വരുന്നത് വരെ ഒന്ന് വേവിക്കുക. ഒരു 3/4 ഭാഗം കുക്കാവുന്നത് വരെ വേവിച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്താ, ചിക്കൻ സ്റ്റൂ എന്ന് പറയുമ്പോഴേ നമുക്ക് ക്യാരറ്റ്, പൊട്ടാറ്റോ ഒക്കെ അല്ലേ ഓർമ്മ വരുന്നത്. അപ്പം ഞാൻ അതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പൊട്ടാറ്റോ ഒന്നും ഒരുപാടായി പോരുത് കേട്ടോ. ഞാനിത് ആദ്യം പരീക്ഷിച്ചപ്പോൾ പൊട്ടാറ്റോ കുറച്ച് കൂടുതലിട്ടായിരുന്നു. പൊട്ടാറ്റോയുടെ ടേസ്റ്റ് മുന്നിൽ നിന്നിട്ട് ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു കറി. അതുകൊണ്ട് പൊട്ടാറ്റോ കുറച്ച് എടുക്കാവൂ. ക്യാരറ്റും കുറച്ച് എടുക്കാവൂ, കാരണം ക്യാരറ്റ് മധുരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം അതിട്ടൊന്ന് വേവിക്കാൻ വെച്ചതിന് ശേഷം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറെടുത്ത് കുറച്ച് കാഷ്നട്ട് ആദ്യമേ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇത് കേശു നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് അടിഞ്ഞിട്ടുണ്ടേ. നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം കണ്ടോ, ചിക്കനും പൊട്ടാറ്റോയും ക്യാരറ്റും എല്ലാം ഇപ്പം നന്നായിട്ട്